ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഒരു ഹോണ്ട ആക്റ്റീവ 125. അതിൻ്റെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടോ. നിലവിൽ പിസ്റ്റൺ ഓയിൽ തീർന്ന് പിസ്റ്റണൊക്കെ പിടിച്ച് ഒരവസ്ഥയിൽ വന്നിരുന്നതാണ്. എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും കണക്ട് റോഡിന് പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ക്രാങ്കൊക്കെ മേടിച്ച് ക്രാങ്ക് സിലിണ്ടറൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്രാങ്കും ടൈമിങ് ചെയ്ത് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിനിടയിലാണ് വീഡിയോൻ്റെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നത് 3688 നമുക്ക് ക്രാങ്ക് വരാം കേട്ടോ. അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ 3607 രൂപ. വലിയ ക്രാങ്കിനും സിലിണ്ടറിനും വലിയ റേറ്റ് വേരിയേഷൻ വന്നില്ല. അപ്പോൾ അത് രണ്ടും തന്നെ നമ്മൾ മാറ്റി പുതിയതാണ് റീസെറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട കുറച്ച് ഐറ്റമുണ്ട്. നമ്മൾ എഞ്ചിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ മാറ്റി പുതിയ ഫിൽറ്റർ ഇട്ടുള്ളൂ. നിലവിൽ ഇത് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. പിന്നെ അതേപോലെ നമുക്ക് അത് കൂടാതെ കൊണ്ട് ഇത് ക്യാംജിൻ്റെ ടെൻഷനാണ്. ഇത് ഐറ്റംസൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണതാണ് ഇതൊക്കെ. അതേപോലെ ക്ലച്ചിൽ വരുന്ന വേരിയേറ്റർ ബോഡി കംപ്ലൈൻറ്റ് ഉണ്ട്. അത് നമ്മൾ മാറ്റി അതും റോളർ സെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയാണ് റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടി സെറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ആഫ്റ്റർ സർവീസായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫുള്ള് ഇതേപോലെ തന്നെ വീഡിയോ ആക്കിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ സെറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. നമ്മളെല്ലാ പാർട്സും തന്നെ നമുക്ക് ജെനുവിൻ ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സുകൾ തന്നെയാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വാറണ്ടി 1 ഇയർ നമ്മൾ പറയേണ്ട കേസും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ടും കിട്ടും. ഓക്കെ. അതേപോലെ തന്നെ എൻജിൻ ഓയിലായാലും ജെനുവിൻ ഓയിൽ മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. വാറണ്ടി പീരീഡിൽ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ചെയ്യണം. അപ്പോൾ അത് നമ്മളെന്തെങ്കിലും അതന്നെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞും കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ബാക്കിയത്തെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും അതിൻ്റെ ആഫ്റ്റർ സർവീസായിട്ട് നമ്മൾ ചെയ്യേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ.